IPL-ലെ ആവേശ പോരാട്ടത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് ത്രസിപ്പിക്കുന്ന വിജയം. ടോസ് ലഭിച്ച് ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ടാണ് ഡൽഹി വിജയിച്ചതെന്നും എടുത്തു പറയണം. 25 റൺസിന്റെ വിജയമാണ് ഡൽഹി ചെക്ക് ബോക്സ് സ്റ്റേഡിയത്തിൽ സ്വന്തമാക്കിയത്. അവസാന ഓവറുകളിൽ ആഞ്ഞടിക്കാനുള്ള ചെന്നൈയുടെ ശ്രമം ഡൽഹി ബോളർമാർ തകർത്തെറിയുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി നേടിയത് 183 റൺസാണ്. KL രാഹുൽ 77 റൺസ് നേടിയപ്പോൾ അഭിഷേക് പോറൽ 33-ഉം അക്ഷർ പട്ടേൽ 21-ഉം സമീർ റിസ്വി 20-ഉം ട്രിസ്റ്റൻ സ്റ്റെപ്സ് 24 റൺസുമാണ് നേടിയത്. അവസാന ഓവറുകളിൽ മികച്ച രീതിയിൽ ചെന്നൈ ബോളേഴ്സ് പന്തെറിഞ്ഞുവെങ്കിലും സ്കോർ 180 കടന്നിരുന്നു. ഖലീൽ അഹമ്മദ് 4 ഓവറിൽ 25 റൺസ് വഴങ്ങി 2 വിക്കറ്റ് നേടി. ജഡേജയും നൂർ അഹമ്മദും പതിറണയും ഓരോ വിക്കറ്റ് വീതം സ്വന്തമാക്കി. മുകേഷ് ചൗധരി റൺസ് വഴങ്ങി. എന്നാൽ അവസാന ഓവറുകളിൽ മത്സരം തിരിച്ചുപിടിക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സിനായെങ്കിലും മറുപടി ബാറ്റിംഗിൽ കഥ മൊത്തം അവസാനിക്കുകയായിരുന്നു. രാഹുൽ ത്രിപാഠിക്ക് പകരം ഡെവൻ കോൺവേ ടീമിലേക്ക് മടങ്ങിയെത്തി. എന്നാൽ രചൻ രവീന്ദ്രനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ചെന്നൈ മത്സരം ആരംഭിച്ചത്. തൊട്ടു പിന്നാലെ ഋതുരാജ് ഗെയ്ക്വാഡിനെയും കോൺവേയും നഷ്ടമായി. വിജയ് ശങ്കർ 54 പന്തിൽ 5 4-ഉം 1 6-ഉം അടക്കം 69 റൺസാണ് നേടിയത്. ശിവൻ ദുബെ 18-ഉം ജഡേജ 2 റൺസും നേടി. എന്നാൽ അവസാന ഓവറുകളിലേക്ക് ആഞ്ഞടിക്കാൻ ധോണിക്കാകുമെന്ന പ്രതീക്ഷയെങ്കിലും അതുണ്ടായില്ല. 26 പന്തിൽ 1 4-ഉം 1 6-ഉം നേടിക്കൊണ്ട് 30 റൺസ് നേടി ധോണി പുറത്താവാതെ നിന്നു. മത്സരത്തിൽ വലിയ വിമർശനവും ധോണിയുടെയും ശിവൻ ദുബെയുടെയും ബാറ്റിങ്ങിന് നേരെ ഉയരുകയാണ്. മിച്ചൽ സ്റ്റാർക്കും മുകേഷ് കുമാറും വിപ്രാജ് നിഗമും കുൽദീപ് യാദവും എല്ലാം മികച്ച രീതിയിൽ പന്തെറിഞ്ഞു. അക്ഷർ പട്ടേൽ എറിഞ്ഞത് 1 ഓവർ മാത്രമാണ്. അവസാന ഓവറുകളിൽ 57 പന്തിൽ 84 റൺസിന്റെ കൂട്ടുകെട്ടാണ് ധോണിയും വിജയ് ശങ്കറും ചേർന്നൊരുക്കിയത്. എന്നാൽ ടീമിന് വിജയിക്കാൻ അതൊന്നും മതിയായില്ല. CSK ഇന്നിംഗ്സിന്റെ മെല്ലെ പോക്ക് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഇപ്പോൾ ഉയർത്തിവിടുകയാണ്. പഴയ ധോണിയല്ല ക്രീസിലുള്ളതെന്നും ഏറ്റവും കൂടുതൽ ആളുകൾ എടുത്തു പറയേണ്ടതുണ്ട്. 7 മുതൽ 11 ഓവർ വരെ 30 റൺസ് മാത്രമാണ് ചെന്നൈക്ക് നേടാനായത്. മധ്യ ഓവറുകളിലെ മെല്ലെ പോക്ക് വലിയ രീതിയിൽ ചെന്നൈ പിന്നിലേക്ക് വലിച്ചു എന്ന് തന്നെ പറയണം. അവസാന 5 ഓവറിൽ 78 റൺസായിരുന്നു ചെന്നൈക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ ടെസ്റ്റ് പോലെയാണ് വിജയ് ശങ്കറും ധോണിയും ബാറ്റ് ചെയ്തത്. 2025 IPL-ലെ ഏറ്റവും വേഗം കുറഞ്ഞ അർദ്ധ സെഞ്ചുറിയാണ് വിജയ് ശങ്കർ സ്വന്തമാക്കിയത്. ആ രീതിയിലുള്ള വിമർശനങ്ങളും ഒരു വശത്ത് ശക്തമാണ്.